ഈ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? ഇപ്പം കുറേ പഠനങ്ങൾ കാണിക്കുന്നത് ആളുകൾ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ 1800 മുതൽ 2500 മണിക്കൂർ വരെയൊക്കെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ കുട്ടികളും ഇതേപോലെ തന്നെ ദീർഘനേരം, നമ്മളും ഈ പല മാതാപിതാക്കളും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് മൊബൈൽ കൊടുക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും അവരിരിക്കുന്നൊരു പോസ്റ്റർ ശരിയായിട്ട് വരാറില്ല. അവർ ഇങ്ങനെ മുമ്പിലേക്ക് ഇരുന്ന് ഈ മൊബൈൽ നോക്കുന്നതാണ് പല കുട്ടികളും. നമ്മളിപ്പോൾ ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ പോലും കാണാം, വണ്ടിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിൽ പോകുമ്പോൾ കുട്ടികൾ ഇതേപോലെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനും കുറ്റസമ്മതം നടത്തും, ഞാനും പലപ്പോഴും കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഇത്രയും ദീർഘനേരം യൂസ് ചെയ്യുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഒന്ന്, ഈ മടങ്ങിയിരുന്ന് നോക്കുമ്പോൾ നമ്മുടെ കഴുത്തിലേക്കുള്ള ലോഡ് വളരെ കൂടുന്നുണ്ട്. നമ്മുടെ ഒരു ഹെഡിൻ്റെ വെയിറ്റ് 5 കിലോ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പക്ഷെ മടങ്ങിയിരിക്കുമ്പം ഏകദേശം ഒരു 5 ഇരട്ടി 6 ഇരട്ടി ലോഡാണ് കഴുത്തിലേക്ക് വരുന്നത്. അത് കാര്യമായിട്ടുള്ള കഴുത്ത് വേദന, നടുവേദന, അതേപോലെ തലവേദന തുടങ്ങിയവ ഉണ്ടാക്കുന്നുണ്ട്. കുറേ നേരം മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾ എന്താ ഉണ്ടാകുന്നത്? അവർക്ക് ഷോർട്ട് സൈറ്റഡ്നെസ് ഉണ്ടാകുന്നുണ്ട്. അടുത്ത് മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ അവരുടെ കാഴ്ചയെ ബാധിക്കുന്നുണ്ട്. അത് ദീർഘനേരം ഇതേപോലെ തന്നെ മൊബൈലിൽ നോക്കിയിരിക്കുന്ന കുട്ടികളിൽ സ്ലീപ്പിലുള്ള പാറ്റേണിൽ ചേഞ്ച് വരുന്നുണ്ട്. അവർക്ക് ഉറക്കം കുറയുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല. പിന്നെ വേറൊന്നുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കുറേ നേരം മടങ്ങിയിരിക്കുമ്പോൾ ഈ കുറച്ചൊരു കൈഫോസിസിലേക്ക് കുറച്ചൊരു ബെൻഡ് ചെയ്തിട്ട് അവരുടെ സ്പൈന് പോസ്റ്റർ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സിൻ്റെ, ഹാർട്ടിൻ്റെ ഫംഗ്ഷനെ അത് ബാധിക്കുന്നുണ്ട്. അടുത്ത് കുറച്ച് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത് ഈ റിബ്സിൻ്റെ അതേപോലെ തന്നെ ലങ്സിൻ്റെ ഫംഗ്ഷനെ അത് കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇതൊന്നും പോരാതെ കുട്ടികളിൽ മെൻ്റലി ഉള്ള ചില പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. മെൻ്റൽ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ നേരം മൊബൈലിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ബാക്കിയുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ കുറവാണ്. അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ പിയർ ഗ്രൂപ്പിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയുന്നു. അവർ കൂടുതൽ ഐസൊലേഷനിലേക്ക് പോകുന്നു. അവരെ ഉറക്കം കുറയുന്നു. അവർക്ക് കൂടുതൽ ആങ്സൈറ്റീസ്, ഇറിറ്റബിലിറ്റി അങ്ങനെയൊക്കെ പലതും ഉണ്ടാകുന്നുണ്ട്. അപ്പം സോഷ്യൽ മീഡിയ, ഇന്നത്തെ ടെക്നോളജീസ് നമുക്കൊരു വരമാണെങ്കിലും അത് കൃത്യമായി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത് കൂടുതലായി യൂസ് ചെയ്യുന്നത് അതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കേണ്ടി വരും.